എൻ്റെ പേര് അഖിൽ, അഖിൽ രാജ്. എൻ്റെ അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ടായിരുന്നു. അഖിൽ, നിന്റെ കൂടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നീ ദുഃഖിച്ചാലും സന്തോഷിച്ചാലും ശരി, ഇവിടെ ആരും തന്നെ സ്ഥിരമല്ല. ബട്ട് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. ഇതാണ് എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്ന പാഠം. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാ. മൈ ഡാഡ്, മൈ ഹീറോ. ഈ ലോകത്തിൽ ഞാൻ എത്ര വലിയ അഖിൽ രാജ് ആണെങ്കിലും പക്ഷെ ഒരാൾ മാത്രമാണ് വളരെ സ്നേഹത്തോടെ എന്നെ അഖിൽ എന്ന് വിളിച്ചിരുന്നത്. അതാണ് എൻ്റെ അമ്മ. ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അമ്മയോട് ഒന്നിനെപ്പറ്റി ചോദിച്ചിരുന്നു. അമ്മേ, അക്കിര എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ അന്ന് എനിക്ക് തന്ന മറുപടി എനിക്കപ്പോ മനസ്സിലായില്ല. പക്ഷെ ഞാനത് അന്വേഷിച്ച് നടന്നു. ആ യാത്രയെപ്പറ്റി നിങ്ങൾക്കറിയണ്ടേ? സാഹിതി, അത് വെറും 3 അക്ഷരം മാത്രമായിരുന്നില്ല. മൈ ലവ്, മൈ ലൈഫ് എല്ലാമായിരുന്നു അവൾ. അങ്ങനെ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ദിവസം വന്നു. ഇനിയുള്ള എൻ്റെ ലൈഫിലെ ഓരോ സെക്കൻഡും അവൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ആ ഒരു സന്തോഷത്തിൽ എക്സൈറ്റ്മെന്റോടുകൂടി ഞാൻ പോവുകയായിരുന്നു. പക്ഷേ അവിടെ നടന്നത് മറ്റൊന്നായിരുന്നു. ആരുമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ 2 പേര് മാത്രം, ഏതെങ്കിലും ഒരു അമ്പലനടയിൽ വെച്ച് നമ്മൾ സാഹിത്യ എന്നെ വിട്ടുപോയതിനു ശേഷം ആ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എനിക്കാരുമില്ലെന്ന് തോന്നിപ്പോയി. അപ്പോഴാണ് അവളെയും അവളുടെ ഓർമ്മയും രണ്ടും മറക്കാൻ ആ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ വന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ്. സാഹിതി, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ജീവിതത്തിൽ നിന്നും, അവന്റെ ഹാർട്ടിൽ നിന്നും, അവന്റെ മനസ്സിൽ നിന്നും, അവന്റെ ജീവിതത്തിൽ നിന്നും എല്ലാം ഞാൻ എടുത്തോണ്ട് പോയി. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാരും ബായ് എന്ന് പറയുന്നേ.
കരയുന്നത്. നിന്നെ മാത്രമല്ല, ആരെയും സമാധാനിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ കണ്ണീരും കൈയുമായി ബീച്ചിലിരുന്ന് ഞാൻ തളർന്നു പോയി. എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയല്ലേ കരയുന്നത്. ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. 5 മിനിറ്റിനുള്ളിൽ നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. 3 മിനിറ്റ് കൊണ്ട് ഞാനത് സോൾവ് ചെയ്യാം. അവനെന്താ? അവൻ ഞാനില്ലാതെ സന്തോഷിച്ചിരിക്കുക. ഞാനാ ഈ ബീച്ചിലിരുന്ന് കരയുന്നത്. അവൻ എന്നെ ഇട്ടിട്ട് പോയതല്ല എന്റെ വിഷമം. വെറും 2 മാസം കൊണ്ട് 2 വർഷത്തിന്റെ സ്നേഹം സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോയി ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നിന്നെ തേച്ചിട്ട് പോയവൻ ആരാണെന്നെങ്കിലും എന്നോടൊന്ന് പറയാൻ പറ്റുമോ? സഞ്ജയ്. ഓ, സഞ്ജയ്. ഈ തേപ്പുകാരുടെ പേരൊക്കെ എസ്സിലാണല്ലോ തുടങ്ങുന്നത്. എന്നെ എന്തിനാ വീണ്ടും അവനെ ഓർമ്മിപ്പിക്കുന്നേ? ഞാനോ? ഓഹോ, ഇനി ബ്രേക്കപ്പ് ഞാനാ ചെയ്തെന്ന് ഇവള് പറയൂ. ഇത് വേഗം തന്നെ സോൾവ് ചെയ്യണം. ഇപ്പോ നിനക്ക് സഞ്ജയെ മറക്കണം എന്നല്ലേ പറയുന്നേ? 1 മിനിറ്റ് കൊണ്ട് ഞാൻ മറപ്പിക്കാം. വാ. Really? വാ. Okay, okay. അല്ല, നിന്നെ തേച്ചിട്ട് പോയതിന്റെ പേരെന്താ പറഞ്ഞേ? സഞ്ജയ്. സഞ്ജയ്. ഒരു 3 തവണ പറയും. സഞ്ജയ്, സഞ്ജയ്, സഞ്ജയ്. എടാ സഞ്ജയ്, ഇന്ന് മുതൽ ഇവളുടെ മനസ്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും തന്നെ 5 സെക്കൻഡ് കൊണ്ട് നീ മാഞ്ഞു പോകും. ബൈ ബൈ സഞ്ജയ്. സഞ്ജയ് പോയി. സാഹിത്യം ഇല്ലാതൊരു ജീവിതമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നോ, അതിനപ്പുറം വേറൊന്നുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു ഈ ലവ്. ബീച്ചിൽ നിന്ന് കിട്ടി തിരമാലയായി എന്റെ ജീവിതത്തിൽ അലയടിച്ചു. ലൈക്ക് എ വേവ്. Hey, Akhil. What happened? You're not with me. ഞാൻ ആരാന്നറിയുന്നുണ്ടോ? Yes. Yes. ലാവണ്യ. Yes, Lavanya. Look into my eyes and kiss me. So, നീ സാഹിത്യം ഇതുവരെ മറന്നിട്ടില്ല. No more സാഹിത്യ. I don't want any more relationship in my life. എന്തിനെങ്ങനെ ചിരിക്കുന്നേ? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? നീ സാഹിത്യം മുഴുവനായിട്ട് അങ്ങ് മറന്നിട്ടില്ല എന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ? നിന്നെ എന്നെ നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. സാഹിത്യം ഇല്ല, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്റെ കണ്ണി നോക്കിയിട്ട് മനസ്സിലായില്ലേ? ആ നോക്ക്. ചേട്ടാ, ഒരു എനിക്കൊരു പെണ്ണ് വേണം.